ഇപ്പോഴത്തെ കശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ മലയാള വിദ്യാർത്ഥികൾ പ്രത്യേക ബസ്സിൽ അവർ ഡൽഹിയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ്. അവരൊക്കെ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തിരികെ എത്തിക്കാനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. 20 വിദ്യാർത്ഥികളെ ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രത്യേക ബസ്സിലാണ് അവരുടെ യാത്ര. ഡൽഹിയിലെത്തിയാൽ പിന്നീട് കേരളത്തിലേക്ക് എത്താൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ, അതിർത്തി സംസ്ഥാനങ്ങൾ, രാജസ്ഥാനിലാണെങ്കിലും പഞ്ചാബിൽ നിന്നാണെങ്കിലും മലയാളികൾ ഉൾപ്പെടെ മറ്റ് ദേശങ്ങളിലുള്ള ആളുകൾ പലരും മടങ്ങാനായുള്ള ശ്രമം, അതിന്റെ ഒരു കോർഡിനേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും വിദ്യാർത്ഥികളാണ് ഉള്ളത്. സാഹചര്യം മോശമാവുകയാണെങ്കിൽ ജമ്മുകശ്മീരിൽ പ്രത്യേകിച്ചും അവിടെ തങ്ങാൻ കഴിയാത്ത സ്ഥിതി പല നഗരങ്ങളിലും, ശ്രീനഗറിൽ ഒക്കെ സേഫായി ആളുകൾ കഴിയുകയാണ് എങ്കിലും ആക്രമണത്തിന്റെ പുതിയ പശ്ചാത്തലത്തിൽ, പുതിയ സാഹചര്യത്തിൽ അവർക്കൊക്കെ മടങ്ങേണ്ടി വരുന്ന സ്ഥിതി എന്ന് പറയുമ്പോൾ, സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകളാണ്, സാധാരണ മനുഷ്യരാണ്, അവർക്ക് ആശങ്കയുണ്ടാകും, അവർക്ക് പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന, അവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി ഉണ്ടാവുകയാണ്. 20 പേർ, മലയാളികളായിട്ടുള്ള 20 പേർ ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ പല ദൃശ്യങ്ങളാണ്. പത്താൻകോട്ട് മിസൈൽ ആക്രമണം നടന്നിട്ടുള്ള, ഇവിടെ അതിനുശേഷം ഉണ്ടാകുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന് ജലന്ധറിൽ ഉണ്ടാകുന്ന ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന അവശിഷ്ടങ്ങൾ, ആയുധങ്ങളുടെ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളുടെ ദൃശ്യം നമ്മൾ കാണുന്നു. പത്താൻകോട്ടിലെയും ജലന്ധറിലെയും ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഇടങ്ങളിൽ സമാനമായ ദൃശ്യങ്ങളുണ്ട്. അതിനിടയിലാണ് ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ തകർത്തെന്നുള്ള പാകിസ്ഥാൻ അവകാശവാദമൊക്കെ നമ്മൾ കേട്ടത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തെറ്റായ വിവരങ്ങളാണ് പാകിസ്ഥാൻ പലയിടത്തും പ്രചരിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെയും ചൈനീസ് ചില സോഴ്സുകളുടെയും ഒക്കെ തെറ്റായ പ്രചാരണത്തെ കൂടി പ്രതിരോധിക്കേണ്ട അവസ്ഥ കൂടി നമുക്കുണ്ട്. പല വാർത്തകളും പല ദൃശ്യങ്ങളും ഇന്ത്യയെ തകർക്കുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നത് പാക് താല്പര്യത്തിന് അടിസ്ഥാനത്തിലാണ്. അത് വ്യാജമാണ് എന്ന് PIB ഉൾപ്പെടെ നമ്മുടെ സംവിധാനങ്ങൾ അക്കാര്യം സ്പഷ്ടീകരിക്കുന്നുണ്ട്. ഇപ്പോൾ S-400 നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ഭേദിച്ചു, തകർത്തു എന്ന തരത്തിലൊക്കെ. S-400 ഒപ്പം തന്നെ ബ്രഹ്മോസും തകർത്തു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ, വ്യാജ അവകാശവാദങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നത്. ഇപ്പോൾ സിർസയിലെ നമ്മുടെ എയർ ബേസിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ അവകാശവാദം തെറ്റാണ് എന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ. മിസൈലുകൾ നമ്മുടെ 26 കേന്ദ്രങ്ങൾ, 26 സ്ഥലങ്ങളിലേക്കാണ് ഇന്നലെ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്, ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ദാൽ തടാകം, ജമ്മു കശ്മീരിലെ ദാൽ തടാകം, ഒപ്പം തന്നെ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഇന്നലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ നടത്തുന്ന ജനവാസ മേഖല, ഒപ്പം തന്നെ നമ്മുടെ വ്യോമതാവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെയൊക്കെ അടുത്തേക്ക് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം മിസൈൽ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.